അപ്പോൾ ഈ പറയുന്നത് പോലെ ബ്രിട്ടീഷുകാർ കേരളത്തിൽ തുടങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാരശാല ഏതാണെന്ന് ചോദിച്ചാൽ അത് കേരളത്തിലെ തിരുവിതാംകൂറിലെ അഞ്ചുതെങ്ങ് എന്ന് പറയുന്ന സ്ഥലത്ത് 1673 തുടങ്ങുന്ന വ്യാപാരശാലയാണ് ബ്രിട്ടീഷുകാർ കേരളത്തിൽ തുടങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാരശാല എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വ്യാപാരശാലയൊക്കെ തുടങ്ങി അവർ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ഇതേ തിരുവിതാംകൂറിലെ അഞ്ചുതെങ്ങ് എന്ന് പറയുന്ന സ്ഥലത്ത് 1684 വീണ്ടും വ്യവസായശാല തുടങ്ങാനുള്ള അനുവാദം തിരുവിതാംകൂറിലെ അഞ്ചുതെങ്ങിലെ ആറ്റിങ്ങൽ റാണിയിൽ നിന്നും അവർക്ക് ലഭിച്ചു. അപ്പോൾ 1684 ബ്രിട്ടീഷുകാർക്ക് വീണ്ടും എന്ത് ചെയ്തു, തിരുവിതാംകൂറിലെ അഞ്ചുതെങ്ങിലെ വ്യവസായശാല നിർമ്മിക്കാനുള്ള അനുവാദം അവിടുത്തെ ആറ്റിങ്ങൽ റാണിയിൽ നിന്നും ലഭിച്ചു. എന്നിട്ട് 1690 കോട്ട കിട്ടുവാനുള്ള അനുവാദവും അവർക്ക് കിട്ടി. അതിനുശേഷം 1695 അഞ്ചുതെങ്ങ് എന്ന് പറയുന്ന സ്ഥലത്ത് അവർ ഒരു കോട്ട പണിത് പൂർത്തിയാക്കി. അപ്പോൾ ബ്രിട്ടീഷുകാർ കേരളത്തിൽ നിർമ്മിച്ച ആദ്യത്തെ കോട്ട എന്ന് ചോദിച്ചാൽ 1695 തിരുവിതാംകൂറിലെ അഞ്ചുതെങ്ങിൽ നിർമ്മിച്ച അഞ്ചുതെങ്ങ് കോട്ടയായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അഞ്ചുതെങ്ങ് കലാപം എന്താണ് എന്നതിനെക്കുറിച്ചാണ്. ബ്രിട്ടീഷുകാർ കേരളത്തിൽ പണിത ആദ്യത്തെ കോട്ട എന്നത് 1695 തിരുവനന്തപുരത്തുള്ള അഞ്ചുതെങ്ങ് എന്ന് പറയുന്ന സ്ഥലത്ത് പണിത കോട്ടയാകുന്നു. ആ കോട്ടയുടെ പേരാകുന്നു അഞ്ചുതെങ്ങ് കോട്ട. ഈ അഞ്ചുതെങ്ങ് കോട്ടയാണ് ബ്രിട്ടീഷുകാർ കേരളത്തിൽ പണിത ആദ്യ കോട്ട. അത് 1695 അഞ്ചുതെങ്ങ് കോട്ട ബ്രിട്ടീഷുകാർക്ക് തിരുവനന്തപുരത്തെ അഞ്ചുതെങ്ങ് എന്ന് പറയുന്ന സ്ഥലത്ത് പണിയുവാനായിട്ടുള്ള അനുവാദം കൊടുത്തത് തിരുവനന്തപുരത്തെ ആറ്റിങ്ങൽ റാണിയായിരുന്ന ഉമയമ്മ റാണിയായിരുന്നു. ഉമയമ്മ റാണി ഇതുകൂടാതെ ബ്രിട്ടീഷുകാർക്ക് മറ്റൊരു അനുവാദം കൂടി നൽകി. അതാകുന്നു കുരുമുളകിന്റെ വ്യാപാര കുത്തകാവകാശം. അതായത് കുരുമുളകിന്റെ വില നിശ്ചയിക്കുവാനുള്ള അവകാശം കൂടി ബ്രിട്ടീഷുകാർക്ക് ഉമയമ്മ റാണി കൊടുത്തു. ഇതിൽ രോഷാകുലരായ നാട്ടുകാർ 1697 അഞ്ചുതെങ്ങിലെ ബ്രിട്ടീഷുകാരുടെ ഫാക്ടറി ആക്രമിച്ചു. അതായത് അഞ്ചുതെങ്ങിലെ ബ്രിട്ടീഷുകാരുടെ കോട്ട ആക്രമിച്ചു. ഇതിനെ അഞ്ചുതെങ്ങ് കലാപം എന്ന് പറയുന്നു. അഞ്ചുതെങ്ങ് കലാപമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം ഏതാണെന്ന് ചോദിച്ചാൽ അത് അഞ്ചുതെങ്ങ് കലാപമാണ്. അത് 1697 എന്നാൽ മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആറ്റിങ്ങൽ കലാപമാകുന്നു. അതിന്റെ വർഷം 1721 ആകുന്നു. ഓക്കെ, അപ്പോൾ കേരള ഹിസ്റ്ററിയുടെ ക്ലാസ്സിൽ നിന്ന് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. ആദ്യത്തെ ഫാക്ട് എന്ന് പറയുന്നത് ഇന്ത്യയിലെത്തിയ അല്ലെങ്കിൽ കേരളത്തിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരൻ ആരാണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ആദ്യ ബ്രിട്ടീഷുകാരൻ ആരാണെന്ന് ചോദിച്ചാൽ അതിന് ശരിക്കും പറഞ്ഞാൽ രണ്ട് ഉത്തരങ്ങളാണുള്ളത്. ഒന്ന് മാസ്റ്റർ റാൽഫിച്ചും, രണ്ട് ക്യാപ്റ്റൻ കീലിംഗും. മാസ്റ്റർ റാൽഫിച്ച് വന്നത് 1583 ക്യാപ്റ്റൻ കീലിംഗ് വന്നത് 1615 ഓപ്ഷനിൽ രണ്ട് പേരുണ്ടെങ്കിൽ അതിൽ ചൂസ് ചെയ്യേണ്ടത് മാസ്റ്റർ റാൽഫിച്ചിനെയാണ്. മാസ്റ്റർ റാൽഫിച്ച് ഇല്ല എങ്കിൽ ക്യാപ്റ്റൻ കീലിംഗിനെ ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആരംഭിച്ച ആദ്യ വ്യാപാരശാല ഏത് വർഷമായിരുന്നു, എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ അത് 1644 തിരുവിതാംകൂറിലെ വിഴിഞ്ഞത്ത് ആരംഭിച്ച വ്യാപാരശാലയാകുന്നു. ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആരംഭിച്ച ആദ്യ വ്യാപാരശാല അത് തിരുവിതാംകൂറിലെ വിഴിഞ്ഞത്ത് 1644 മൂന്നാമത്തെ ഫാക്ട് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആരംഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാരശാല ഏതാണെന്ന് ചോദിച്ചാൽ അത് 1673 തിരുവിതാംകൂറിലെ അഞ്ചുതെങ്ങിൽ ആരംഭിച്ച വ്യാപാരശാലയാകുന്നു. ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആരംഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാരശാല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആരംഭിച്ച ആദ്യ വ്യാപാരശാല അത് 1644 തിരുവിതാംകൂറിലെ വിഴിഞ്ഞത്ത്. ഇനി ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആരംഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാരശാല അത് 1673 തിരുവിതാംകൂറിലെ അഞ്ചുതെങ്ങിൽ. ഇനി ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം അത് അഞ്ചുതെങ്ങ് കലാപമാണ്. അത് 1697 ബ്രിട്ടീഷുകാർ കേരളത്തിൽ പണിത ആദ്യത്തെ കോട്ട അത് 1695 അഞ്ചുതെങ്ങ് കോട്ട. ഇനി ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം അത് 1721 നടന്ന ആറ്റിങ്ങൽ കലാപം. അപ്പോൾ ഇത്രയും പോയിന്റ്സ് മറക്കാതെ ഓർത്തു വയ്ക്കുക. ഇത് എക്സാമിന് റിപ്പീറ്റഡ് ആണ്, അതുകൊണ്ട് എല്ലാവരും ഓർത്തു വയ്ക്കുക. താങ്ക് യു. ഇനി നമുക്ക് ആറ്റിങ്ങൽ കലാപം എന്താണെന്ന് നോക്കാം. ബ്രിട്ടീഷുകാർ തിരുവിതാംകൂറിലെ ആറ്റിങ്ങൽ റാണിയായിരുന്ന ഉമയമ്മ റാണിക്ക് നൽകുന്ന സമ്മാനങ്ങളും പാരിതോഷികങ്ങളും എല്ലാം തിരുവിതാംകൂറിലെ അന്നത്തെ ഫ്യൂഡൽ പ്രഭുക്കളായിരുന്ന എട്ടുവീട്ടിൽ പിള്ളമാർ മുഖേന നൽകണം എന്നവർ ബ്രിട്ടീഷുകാരോട് ആവശ്യപ്പെട്ടു. കേരളവുമായി അന്ന് വ്യാപാര ഇടപാട് നടത്തിക്കൊണ്ടിരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വ്യാപാര നേതാവായിരുന്ന ഗിഫോർഡ് ഈ ആവശ്യം നിരസിച്ചു. ഗിഫോർഡിന്റെ നേതൃത്വത്തിൽ 140 പേരടങ്ങുന്ന സംഘം ഉമയമ്മ റാണിക്ക് സമ്മാനങ്ങളുമായി പോയി. ഇതിൽ രോഷാകുലരായ എട്ടുവീട്ടിൽ പിള്ളമാരും നാട്ടുകാരും കൂടി ഈ സംഘത്തെ ആക്രമിച്ച് കൊലപ്പെടുത്തി. ഇതിനെ ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നു. ആറ്റിങ്ങൽ കലാപത്തിന്റെ ഡേറ്റ് എന്നത് 1721 ഏപ്രിൽ 15 ഈ ആറ്റിങ്ങൽ കലാപമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപവും. ഈ ഒരു കലാപം കേരളക്കരയൊട്ടാകെ വലിയ പ്രശ്നമായി മാറി. ഇതിനുശേഷം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ആറ്റിങ്ങൽ റാണിയും തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെട്ടു. ആ കരാറിൽ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റുകളാകുന്നു: ഈ ഒരു ആക്രമണത്തിൽ കമ്പനിക്കുണ്ടായ എല്ലാ നാശനഷ്ടങ്ങളും റാണി പരിഹരിക്കണം. രണ്ടാമത്തെ പോയിന്റ് ആകുന്നു കുരുമുളക് കച്ചവടത്തിന്റെ എല്ലാ കുത്തകാവകാശവും ഇനി മുതൽ ഇംഗ്ലീഷുകാർക്കായിരിക്കും. മൂന്നാമത്തെ പോയിന്റ് ആകുന്നു ഇഷ്ടമുള്ളിടത്തെല്ലാം വ്യവസായശാലകൾ സ്ഥാപിക്കാൻ ഇംഗ്ലീഷുകാർക്ക് അവകാശം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതോടുകൂടിയിട്ട് അഞ്ചുതെങ്ങ് കോട്ട, അഞ്ചുതെങ്ങ് കലാപം, ആറ്റിങ്ങൽ റാണി, ആറ്റിങ്ങൽ കലാപം ഇതുമായി സംബന്ധിച്ചിട്ടുള്ള എല്ലാ പോയിന്റ്സും കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വേണാട് ഉടമ്പടിയെ അതുമായി സംബന്ധിച്ച കാര്യങ്ങളെക്കുറിച്ചുമാണ്. കേരള ഹിസ്റ്ററിയുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതും പഠിച്ചിരിക്കേണ്ടതുമായ 3 രാജാക്കന്മാരുണ്ട്. അറ്റ്ലീസ്റ്റ് ഈ 3 രാജാക്കന്മാരെ കുറിച്ചെങ്കിലും നമ്മൾ അറിയുകയും പഠിക്കുകയും ചെയ്യണം. അവരുടെ പേരെന്ന് വായിക്കാം. ഫസ്റ്റ് വൺ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ, സെക്കൻഡ് പഴശ്ശി രാജ, മൂന്നാമത്തെ ആളാകുന്നു വേലുത്തമ്പി ദളവ. നമുക്ക് ആദ്യം അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്ന മഹാരാജാവായിരുന്നു അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയുടെ പിതാവ് കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവ് ബ്രിട്ടീഷുകാരിൽ നിന്നും പല സൈനിക സഹായങ്ങളും കൈപ്പറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി കന്യാകുമാരിയിലെ കുളച്ചിലിൽ ഒരു കോട്ട കെട്ടിക്കൊടുക്കാമെന്ന് രാമവർമ്മ ഏറ്റു. ഈ കരാറിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി അന്ന് ഒപ്പുവെച്ചത് അടുത്ത കിരീടാവകാശിയായിരുന്ന മാർത്താണ്ഡവർമ്മ യുവരാജാവായിരുന്നു. 1723 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി നടത്തിയ ഈ ഉടമ്പടിക്ക് പറയുന്ന പേരാണ് വേണാട് ഉടമ്പടി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഭാരതീയ രാജാവുമായി ആദ്യമായി ചെയ്ത ഉടമ്പടിയാകുന്നു 1723 വേണാട് ഉടമ്പടി.
ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഭാരതീയ രാജാവുമായിട്ട് ആദ്യമായി ചെയ്ത ഉടമ്പടിയാണ് 1723 വേണാട് ഉടമ്പടി. ഈ ഒരു കരാറിൽ ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മ യുവരാജാവും അതുപോലെ തിരുവിതാംകൂർ അഞ്ചുതെങ്ങിലെ കമാൻഡർ അലക്സാണ്ടർ ഓമുമായിരുന്നു. മാർത്താണ്ഡവർമ്മ ജനിക്കുന്നത് 1776 പിന്നീട് 1723 വേണാട് ഉടമ്പടിയിൽ അദ്ദേഹം ഒപ്പുവെക്കുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ പ്രായം 17 വയസ്സായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് 23 വയസ്സിൽ, അതായത് 1729 തിരുവിതാംകൂറിന്റെ രാജാവായിട്ട് അദ്ദേഹം സ്ഥാനമേൽക്കുന്നത്. പിന്നീട് 52 വയസ്സിൽ 1758 വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടു. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്ന മഹാരാജാവ് കൂടിയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ 1663 പോർച്ചുഗീസുകാരെ ഡച്ചുകാർ പരാജയപ്പെടുത്തി കൊച്ചി ഡച്ചുകാർ പിടിച്ചെടുത്ത സംഭവത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അതിനുശേഷം 10 വർഷങ്ങൾക്ക് ശേഷം 1741 ഡച്ചുകാർ മറ്റൊരു യുദ്ധപ്രഖ്യാപനം കൂടി നടത്തുകയുണ്ടായി. അതെന്താണെന്ന് വെച്ചാൽ തിരുവിതാംകൂർ എന്ന രാജ്യം ഡച്ചുകാർക്ക് വേണം എന്നുള്ളതായിരുന്നു ആ പ്രഖ്യാപനം. അന്ന് തിരുവിതാംകൂറിന്റെ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയുടെ ആധിപത്യം അവസാനിപ്പിച്ച് തിരുവിതാംകൂർ പിടിച്ചെടുക്കുവാനായിട്ട് ഈ ഡച്ചുകാർ തീരുമാനിച്ചു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് 1741 ഈ ഡച്ചുകാരുടെ മെയിൻ ആധിപത്യ കേന്ദ്രം ഉണ്ടായിരുന്നു. അന്ന് ഡച്ചുകാരുടെ മെയിൻ ആധിപത്യ കേന്ദ്രം എവിടെയാണെന്ന് വെച്ചാൽ അത് ശ്രീലങ്കയിലാണ്. ഇന്നത്തെ ശ്രീലങ്കയിലെ പഴയ പേരുണ്ട്, അത് സിലോണാണ്. അപ്പോൾ സിലോണിൽ നിന്നും ഈ ഡച്ചുകാരുടെ വലിയൊരു പീരങ്കിപ്പട തന്നെ, അത് വലിയൊരു ആർട്ടിലറി ഫോഴ്സ് തന്നെ എവിടെയെത്തി? തിരുവിതാംകൂറിലെത്തി. അപ്പോൾ മാർത്താണ്ഡവർമ്മയോട് യുദ്ധം ചെയ്ത് തിരുവിതാംകൂർ പിടിച്ചെടുക്കുവാനായിട്ട് ഡച്ചുകാരുടെ വലിയൊരു ആർട്ടിലറി ഫോഴ്സ് 1741 തിരുവിതാംകൂറിലെത്തി. അപ്പോൾ ഈ തിരുവിതാംകൂറിൽ നിന്ന് പിന്നെ ആ ഒരു ഫോഴ്സ് എങ്ങോട്ടാണ് നീങ്ങിയത്? ആ തിരുവിതാംകൂർ രാജ്യത്തിന്റെ തലസ്ഥാന നഗരമായ കൽക്കുളത്തേക്ക് നീങ്ങുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഈ 1741 ഒരു ജൂലൈ, ആ ഒരു ടൈമിലാണ്, ജൂലൈ 10 ആ ഒരു ടൈമിലാണ് യുദ്ധം തുടങ്ങുന്നത്. യുദ്ധം തുടങ്ങി ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന യുദ്ധമായിരുന്നു മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, അങ്ങനെ 1741 ഓഗസ്റ്റ് 10 മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. ഈ ഒരു യുദ്ധത്തിന്റെ പേരാകുന്നു കുളച്ചിൽ യുദ്ധം. ഓക്കെ, അപ്പോൾ ഡച്ചുകാരെ മാർത്താണ്ഡവർമ്മ ഒരു മാസത്തോളം നീണ്ട യുദ്ധത്തിന് ശേഷം പരാജയപ്പെടുകയും അന്നത്തെ ഈ പറയുന്ന ഡച്ച് സൈന്യത്തിന്റെ ക്യാപ്റ്റനായിരുന്ന ക്യാപ്റ്റൻ ഡെലനോയെ തടവിലാക്കുകയും പിന്നീട് മാർത്താണ്ഡവർമ്മ തന്റെ സൈന്യത്തിന്റെ വലിയ കപ്പിത്താനാക്കി മാറ്റുകയും ചെയ്തു. അപ്പോൾ ഡച്ചുകാർക്കെതിരെ മാർത്താണ്ഡവർമ്മ നേടിയ ആ ഒരു വിജയം വരിച്ച യുദ്ധമുണ്ടല്ലോ, ആ യുദ്ധമാണ് കുളച്ചിൽ യുദ്ധം. ആ യുദ്ധത്തിന്റെ വർഷം 1741 അതുപോലെ ഓഗസ്റ്റ് 10. ഓക്കെ, പ്ലാസി യുദ്ധം, ദാറ്റ് ഈസ് ബാറ്റിൽ ഓഫ് പ്ലാസി 1757. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധമാകുന്നു പ്ലാസി യുദ്ധം. പ്ലാസി എന്നത് ഇന്നത്തെ പശ്ചിമ ബംഗാളിലുള്ള പ്രദേശമാകുന്നു. എന്നാൽ ബാക്സാർ യുദ്ധമുണ്ട്. ബാക്സാർ യുദ്ധം നടക്കുന്നത് 1764 ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യം സുസ്ഥിരമാക്കിയ യുദ്ധമാകുന്നു ബാക്സാർ യുദ്ധം. ഇവ രണ്ടും എന്താണെന്ന് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് പ്ലാസി യുദ്ധം നോക്കാം. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധമാകുന്നു 1757 നടന്ന ബാറ്റിൽ ഓഫ് പ്ലാസി. പ്ലാസി എന്നത് ഇന്നത്തെ പശ്ചിമ ബംഗാളിലാകുന്നു. ഈ യുദ്ധത്തിൽ ബംഗാൾ നവാബായിരുന്ന സിറാജ് ദൗളയെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റോബർട്ട് ക്ലേവർ മിർജാഫറിന്റെ സഹായത്തോടു കൂടി പരാജയപ്പെടുത്തി. സിറാജ് ദൗളയ്ക്ക് ശേഷം 1757 മിർജാഫർ ബംഗാളിലെ നവാബായി. മിർജാഫറിനെ സ്ഥാനഭ്രഷ്ടനാക്കിയിട്ട് ബ്രിട്ടീഷുകാർ അടുത്ത നവാബായി വാഴിച്ചത് അദ്ദേഹത്തിന്റെ സണ്ണിലോ ആയിരുന്ന മിർകാസിമിനെയായിരുന്നു. ഇംഗ്ലീഷുകാരുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായി കഴിവുറ്റ ഒരു ഭരണകർത്താവും ദേശസ്നേഹിയുമായിരുന്നു മിർകാസിം. നവാബ് എന്ന സ്ഥാനപ്പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു രാജ്യത്തിന്റെ ഒരു സർട്ടൻ പ്രവിശ്യ ഭരിക്കുന്ന ഗവർണർക്ക് പറയുന്ന പേരാകുന്നു നവാബ്. മുഗൾ സാമ്രാജ്യത്തിന്റെ അവസാന കാലഘട്ടമൊക്കെ ആയപ്പോഴേക്കും ഈ നവാബ്, അതായത് ഗവർണർ പോസ്റ്റുള്ളവർക്ക് രാജാവിന്റെ സ്ഥാനം തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് ഈ ബാക്സാർ യുദ്ധം എന്താണെന്ന് നോക്കാം. ബാക്സാർ യുദ്ധം നടക്കുന്നത് 1764 ഈ യുദ്ധത്തിൽ മുഗൾ രാജാവായിരുന്ന ഷാ ആലം, ബംഗാളിലെ നവാബായിരുന്ന മിർകാസിം, ഔദിലെ നവാബായിരുന്ന ഷുജാ ഉദ്ദൗള എന്നിവരുടെ സംയുക്ത സഖ്യത്തെ റോബർട്ട് ക്ലേവർ 1764 ബാക്സാർ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. ബാക്സാർ എന്ന് പറയുന്നത് ബീഹാറിലുള്ള ഒരു ഡിസ്ട്രിക്റ്റ് ആകുന്നു. അപ്പോൾ അവിടെയാണ് യുദ്ധം നടന്നത്. അതുകൊണ്ടാണ് ഇതിനെ ബാറ്റിൽ ഓഫ് ബാക്സാർ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യം സുസ്ഥിരമാക്കിയ യുദ്ധമാകുന്നു ബാക്സാർ യുദ്ധം. അങ്ങനെ 1765 ബംഗാളിലെ പ്രഥമ ഗവർണറായി റോബർട്ട് ക്ലേവർ നിയമിതനായി. എന്നാൽ 1777 നവംബർ 22 റോബർട്ട് ക്ലേവർ ലണ്ടനിൽ വെച്ച് ആത്മഹത്യ ചെയ്യുകയാണുണ്ടായത്. ഈ ആത്മഹത്യക്കുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് ധാരാളമായി സാമ്പത്തികമായ അഴിമതികൾ റോബർട്ട് ക്ലേവർ നടത്തിയ കാരണത്താൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന് കീഴിൽ അദ്ദേഹത്തിന് വിചാരണ നേരിടേണ്ടി വന്നു. ആ കാരണം കൊണ്ട് 1777 നവംബർ 22 റോബർട്ട് ക്ലേവർ ലണ്ടനിൽ വെച്ച് ആത്മഹത്യ ചെയ്യുകയാണുണ്ടായത്. ബംഗാളിൽ ഡുവൽ ഗവൺമെന്റ്, ദാറ്റ് ഈസ് ഡുവൽ അഡ്മിനിസ്ട്രേഷൻ ഏർപ്പെടുത്തിയത് റോബർട്ട് ക്ലേവർ ആകുന്നു. സന്യാസി കലാപം, ദാറ്റ് ഈസ് സന്യാസി റിബേലിയൻ. 1770, 1790 കാലഘട്ടങ്ങളിൽ ബീഹാർ, ബംഗാൾ എന്നീ സംസ്ഥാന മേഖലകളിലാണ് ഈ കലാപം അരങ്ങേറിയത്. ബ്രിട്ടീഷുകാരുടെ കൊളോണിയൽ എക്സ്പ്ലോയിറ്റേഷനും ഉയർന്ന നികുതിയും കാരണമായി ബീഹാർ, ബംഗാൾ എന്നീ സംസ്ഥാന മേഖലകളിൽ ഉയർന്ന ദാരിദ്ര്യവും ഭക്ഷ്യക്ഷാമവും ഉണ്ടായി. അത് കാരണമായി ആയിരക്കണക്കിന് കർഷകരാണ് മരിച്ചു വീണത്. ഈ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന സന്യാസിമാരും കർഷക തൊഴിലാളികളും ഫക്കീർ വിഭാഗത്തിൽപ്പെട്ടവരും പണ്ഡിറ്റ് ഭവാനി ചരൺ പഥക് എന്ന സന്യാസിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപമാകുന്നു സന്യാസി കലാപം. ഈ ഒരു പ്രക്ഷോഭത്തിന് സ്ത്രീകളുടെ ഭാഗത്തു നിന്നും നേതൃത്വം നൽകിയത് ദേവി ചൗധരി റാണിയാകുന്നു. 20ഓളം വർഷക്കാലം നീണ്ടുനിന്ന ഈ കലാപം ബ്രിട്ടീഷ് ഗവൺമെന്റ് അടിച്ചമർത്തുകയാണ് ഉണ്ടായത്. ഈ കലാപത്തിന്റെ അന്തിമം വിജയമായിരുന്നില്ല എങ്കിലും അവരുടെ ത്യാഗവും ധൈര്യവും പിന്നീട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വലിയ പ്രചോദനമായി മാറി. ഈ ഒരു ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം ടിപ്പു സുൽത്താനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ബ്രീഫ് ആയിട്ടുള്ള ഹിസ്റ്ററി നമുക്ക് നോക്കാം. ടിപ്പു സുൽത്താന്റെ കാലഘട്ടം 1751 മുതൽ 1799 വരെയാകുന്നു. അതായത് 48 വയസ്സ് വരെയാണ് അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം. ടിപ്പുവിന്റെ പിതാവ് ഹൈദർ അലിയാകുന്നു, മാതാവ് ഫാത്തിമ ബീവി. മൈസൂർ രാജ്യത്തെ രാജാവായിരുന്നു ടിപ്പു. ടിപ്പുവിന്റെ പിതാവ് ഹൈദർ അലിയാണ് മൈസൂർ സാമ്രാജ്യത്തെ ശക്തമായ ഒരു ശക്തിയായി മാറ്റിയത്. ടിപ്പുവിന്റെ പിതാവ് ഹൈദർ അലി 1782 ഡിസംബർ 7 മരണപ്പെടുന്നത്. അതിനുശേഷം 1782 തന്നെ ടിപ്പു മൈസൂർ സാമ്രാജ്യത്തിന്റെ അധികാരത്തിൽ കയറി. ഇനി മൈസൂർ ഒരു രാജ്യമാണോ എന്ന് ചോദിച്ചാൽ ആദ്യകാലങ്ങളിൽ ഇവിടെ ഫുൾ രാജ്യങ്ങളായിരുന്നു. മൈസൂർ രാജ്യം, കോഴിക്കോട് രാജ്യം, കൊച്ചി രാജ്യം, തിരുവിതാംകൂർ രാജ്യം എന്നിങ്ങനെ ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റുകളും അവിടുത്തെ ഓരോ ജില്ലകളും ചെറുതും വലുതുമായ രാജ്യങ്ങളായി വിഭജിച്ച് കിടക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ടിപ്പു സുൽത്താൻ വീരമൃത്യു വരിക്കുന്നത് 1799 ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള 4ാം മൈസൂർ യുദ്ധത്തിലാണ്. 1799 ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള 4ാം മൈസൂർ യുദ്ധത്തിലാണ് ടിപ്പു സുൽത്താൻ വീരമൃത്യു വരിക്കുന്നത്. ടിപ്പു സുൽത്താന്റെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട് നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന ഫാക്സിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒരേ ഒരു ഫാക്ട് മാത്രമാകുന്നു. അതാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. ശ്രീരംഗപട്ടണം ഉടമ്പടിയുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പഠിക്കാനുള്ള പോയിന്റ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ ആദ്യത്തെ പോയിന്റ് ആകുന്നു ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെച്ച നാട്ടുരാജാവ് ആരാണ്? ടിപ്പു സുൽത്താൻ. 1792 ടിപ്പു സുൽത്താൻ ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നത്. 3ാം മൈസൂർ യുദ്ധത്തിന് ശേഷമാണ് ശ്രീരംഗപട്ടണം സന്ധി ഉണ്ടാകുന്നത്. 3ാം മൈസൂർ യുദ്ധത്തിന് ശേഷമാണ് ശ്രീരംഗപട്ടണം സന്ധി ഉണ്ടാകുന്നത്. 3ാം മൈസൂർ യുദ്ധത്തിന്റെ കാലഘട്ടം 1782 മുതൽ 1792 വരെയാകുന്നു. ഏകദേശം 10 വർഷത്തോളം കാലം 3ാം മൈസൂർ യുദ്ധം നടന്നിരുന്നു. 3ാം മൈസൂർ യുദ്ധത്തിന് ശേഷമാണ് ശ്രീരംഗപട്ടണം സന്ധി ഉണ്ടാകുന്നത്. ശ്രീരംഗപട്ടണം സന്ധി ഉണ്ടാകുന്നത് 3ാം മൈസൂർ യുദ്ധത്തിന് ശേഷമാണ്.
അറിയപ്പെടുന്ന മൂന്നാം മൈസൂർ യുദ്ധത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1782 മുതൽ 1792 വരെയാകുന്നു. ഏകദേശം 10 വർഷത്തോളം കാലം മൂന്നാം മൈസൂർ യുദ്ധം നടന്നു. മൂന്നാം മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. 1792 ശ്രീരംഗപട്ടണ സന്ധിയിലൂടെയാണ് മൂന്നാം മൈസൂർ യുദ്ധം അവസാനിച്ചത്. 1792 ശ്രീരംഗപട്ടണ സന്ധിയിലൂടെയാണ് മൂന്നാം മൈസൂർ യുദ്ധം അവസാനിച്ചത്. മൂന്നാം മൈസൂർ യുദ്ധത്തിലെ പരാജയത്തിലാണ് മൈസൂർ രാജ്യത്തിന് കീഴിലായിരുന്ന മലബാറിനെ ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്ക് എഴുതി കൊടുത്തത്. മൂന്നാം മൈസൂർ യുദ്ധത്തിലെ പരാജയത്തിലൂടെയാണ് മൈസൂർ രാജ്യത്തിന് കീഴിലായിരുന്ന മലബാറിനെ ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്ക് എഴുതി കൊടുക്കുന്നത്. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച സന്ധി ഏതാണെന്ന് ചോദിച്ചാൽ 1792 ശ്രീരംഗപട്ടണ സന്ധിയാകുന്നു. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച സന്ധി ഏതാണെന്ന് ചോദിച്ചാൽ 1792 ശ്രീരംഗപട്ടണ സന്ധിയാകുന്നു. ഈ സന്ധിയിലൂടെയാണ് കേരളക്കരയാകെ ബ്രിട്ടീഷുകാർക്ക് കീഴിൽ വരുന്നത്. അപ്പോൾ കേരളക്കരയാകെ ബ്രിട്ടീഷുകാർക്ക് കീഴിൽ വരുന്ന സന്ധി ഏതാണെന്ന് ചോദിച്ചാൽ അത് ശ്രീരംഗപട്ടണ സന്ധിയാണ്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷുകാർക്ക് കീഴിലായിരുന്നു അന്ന് തിരുവിതാംകൂറും കൊച്ചിയും ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷുകാർക്ക് കീഴിൽ അധീനപ്പെടാത്ത ഒരേ ഒരു രാജ്യം അന്ന് കേരളത്തിൽ ഉണ്ടായിരുന്നത് മലബാറായിരുന്നു. കാരണം മലബാറിന്റെ ഭരണ ചുമതല ടിപ്പു സുൽത്താൻ ആയിരുന്നു. ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാരുമായുള്ള യാതൊരു കോംപ്രമൈസിനും നിലനിന്നിരുന്നില്ല. പിന്നീട് മൂന്നാം മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ പരാജയപ്പെട്ടപ്പോഴാണ് ടിപ്പു സുൽത്താൻ മലബാർ ബ്രിട്ടീഷുകാർക്ക് എഴുതി കൊടുക്കുന്നത്. അങ്ങനെ മലബാറും കൊച്ചിയും തിരുവിതാംകൂറും ബ്രിട്ടീഷുകാർക്ക് അധീനതയിലാവാൻ കാരണമായ സന്ധി എന്ന് പറയുന്നത് 1792 ശ്രീരംഗപട്ടണ സന്ധിയാകുന്നു. ഈ സന്ധിയിലൂടെയാണ് കേരളക്കരയാകെ ബ്രിട്ടീഷുകാർക്ക് കീഴിൽ വരുന്നത്. 1792 ശ്രീരംഗപട്ടണം സന്ധിക്ക് ശേഷം മലബാർ ബ്രിട്ടീഷ് അധീനതയിലായി. പിന്നീട് മലബാറിന്റെ കാര്യങ്ങൾ നോക്കി നടത്തുവാനായി ബ്രിട്ടീഷ് ഗവൺമെന്റ് 2 കമ്മീഷണർമാരെയും 2 ജോയിന്റ് കമ്മീഷണർമാരെയും മലബാറിൽ നിയമിച്ചു. മലബാറിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച കമ്മീഷണർമാരാകുന്നു ഫാർമറും മേജർ ഡോവും. അതുപോലെ മലബാറിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച ജോയിന്റ് കമ്മീഷണർമാരാകുന്നു ജോനാഥൻ ഡങ്കനും ചാൾസ് ബട്ടാമും. ഈ കമ്മീഷണർമാരും ജോയിന്റ് കമ്മീഷണർമാരും കൂടി ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടാകുന്നു മലബാറിനെ കുറിച്ചുള്ള ആദ്യത്തെ റിപ്പോർട്ട്. മലബാറിന്റെ ഭരണം സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് 1793 മാർച്ച് 30 മലബാറിനെ തെക്കേ മലബാറെന്നും വടക്കേ മലബാറെന്നും രണ്ടായി ബ്രിട്ടീഷ് ഗവൺമെന്റ് വിഭജിക്കപ്പെട്ടു. വടക്കേ മലബാറിന്റെ ആസ്ഥാനം തലശ്ശേരി, തെക്കേ മലബാറിന്റെ ആസ്ഥാനം ചെറുപ്പശ്ശേരിയുമായിരുന്നു. പിന്നീട് 1800 മലബാറിനെ മദ്രാസ് പ്രസിഡൻസിയോട് ചേർക്കപ്പെട്ടു. അപ്പോൾ മലബാറിന്റെ ഭരണം സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് 1793 മാർച്ച് 30 മലബാറിനെ തെക്കേ മലബാറെന്നും വടക്കേ മലബാറെന്നും രണ്ടായി വിഭജിക്കപ്പെട്ടു. വടക്കേ മലബാറിന്റെ ആസ്ഥാനം തലശ്ശേരിയും തെക്കേ മലബാറിന്റെ ആസ്ഥാനം ചെറുപ്പശ്ശേരിയുമായിരുന്നു. 1800 മലബാറിനെ മദ്രാസ് പ്രസിഡൻസിയോട് ചേർക്കപ്പെടുകയും ചെയ്തു. ഇതാണ് ശ്രീരംഗപട്ടണം സന്ധിക്ക് ശേഷം മലബാറിൽ ഉണ്ടായ മാറ്റങ്ങൾ. പഴശ്ശി രാജാവിന്റെ ജീവിത കാലഘട്ടം 1753 മുതൽ 1805 വരെയാകുന്നു. പഴശ്ശി രാജാവ് മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന് 52 വയസ്സായിരുന്നു പ്രായം. പഴശ്ശി രാജാവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഒന്നാം പഴശ്ശി കലാപം, രണ്ടാം പഴശ്ശി കലാപം. ഒന്നാം പഴശ്ശി കലാപത്തിന്റെ കാലഘട്ടം 1793 മുതൽ 1797 വരെയാകുന്നു. രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം 1800 മുതൽ 1805 വരെയാകുന്നു. ഒന്നാം പഴശ്ശി കലാപത്തിന്റെ കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമായിരുന്നു. എന്നാൽ രണ്ടാം പഴശ്ശി കലാപത്തിന്റെ കാരണം വയനാട് സ്വന്തമാക്കുവാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചതായിരുന്നു. ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പഴശ്ശി രാജാവിന്റെ ഫുൾ നെയിം കേരളവർമ്മ പഴശ്ശി രാജ. കോട്ടയം രാജകുടുംബമായിരുന്നു പഴശ്ശി രാജാവിന്റേത്. കോട്ടയം രാജകുടുംബം എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലെ പുരളിമലയിൽ കോട്ട കെട്ടി താമസിച്ചതിനാൽ ഇവരെ പുരളീശന്മാർ എന്ന് വിളിക്കപ്പെടുന്നു. കൊട്ടിയോട്ടി രാജ, പൈച്ചി രാജ, വീരകേരള സിംഹം എന്നീ പേരുകളിൽ പഴശ്ശി രാജ അറിയപ്പെടുന്നു. ഒന്നാം പഴശ്ശി കലാപത്തിന്റെ കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമായിരുന്നു. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടിക്ക് മുമ്പ് വരെ മൈസൂർ ഭരണാധികാരികൾ ഉദ്യോഗസ്ഥർ മുഖേന നേരിട്ടാണ് മലബാറിലെ കണ്ണൂരിലെ കർഷകരിൽ നിന്നും നികുതി ഈടാക്കിയിരുന്നത്. ആ സമയത്ത് നാട്ടുജന്മിമാരെ ഈ നികുതി നയങ്ങളൊന്നും വല്ലാതെ ബാധിച്ചിരുന്നില്ല. അവർക്കത് വലിയ കുഴപ്പമില്ലായിരുന്നു. എന്നാൽ 1792 ശ്രീരംഗപട്ടണം ഉടമ്പടിക്ക് ശേഷം മലബാർ ബ്രിട്ടീഷുകാരുടെ അധീനത്തിലാവുകയും പിന്നീട് ബ്രിട്ടീഷുകാർ വലിയൊരു തുക നികുതിയായിട്ട് മലബാറിലെ നാട്ടുരാജാക്കന്മാരിൽ നിന്നും നേരിട്ട് ഈടാക്കാൻ തുടങ്ങുകയും ചെയ്തു. ഈ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് ഒന്നാം പഴശ്ശി കലാപത്തിന് കാരണം. ഒന്നാം പഴശ്ശി കലാപത്തിന് മറ്റൊരു വ്യക്തിപരമായ കാരണം കൂടി പഴശ്ശി രാജാവിനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ മൂന്നാം മൈസൂർ യുദ്ധത്തിൽ മൈസൂരിനെ പരാജയപ്പെടുത്തുവാനായിട്ട് ബ്രിട്ടീഷുകാരെ സഹായിച്ചു കഴിഞ്ഞാൽ കോട്ടയം രാജ്യത്തെ സ്വതന്ത്രമാക്കി അവിടുത്തെ മുഴുവൻ നികുതി പിരിക്കാനുള്ള അവകാശവും പഴശ്ശി രാജാവിന് കൊടുക്കാമെന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞിരുന്നു. അതനുസരിച്ച് മൂന്നാം മൈസൂർ യുദ്ധത്തിൽ മൈസൂരിനെ പരാജയപ്പെടുത്തുവാനായിട്ട് ബ്രിട്ടീഷുകാരെ പഴശ്ശി രാജാവ് സഹായിച്ചു. അങ്ങനെ മൂന്നാം മൈസൂർ യുദ്ധത്തിൽ ടിപ്പു പരാജയപ്പെട്ടിട്ട് പിന്നീട് മലബാർ ബ്രിട്ടീഷുകാരുടെ അധീനത്തിൽ വരികയും ചെയ്തു. ബ്രിട്ടീഷുകാരെ ചെയ്തെന്താണെന്ന് വെച്ചാൽ 1793 കണ്ണൂരിലെ കോട്ടയം എന്ന് പറയുന്ന പ്രദേശമുണ്ട്. കണ്ണൂരിലെ കോട്ടയം പ്രദേശം പഴശ്ശി രാജാവിന്റെ ശത്രുവും പഴശ്ശി രാജാവിന്റെ അമ്മാവനുമായിരുന്ന കുറുമ്പനാട്ട് രാജാവിന് പാട്ടത്തിന് കൊടുത്തു. എന്നിട്ട് കോട്ടയം പ്രദേശത്തെ മുഴുവൻ, അതായത് കണ്ണൂർ ജില്ലയിലെ കോട്ടയം പ്രദേശത്തെ മുഴുവനും നികുതി പിരിക്കാനുള്ള അവകാശവും കുറുമ്പനാട്ട് രാജാവിന് നൽകി. അപ്പോൾ ഈ ഒരു കാര്യം ബ്രിട്ടീഷുകാർ ചെയ്തത് പഴശ്ശി രാജാവിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പഴശ്ശി രാജാവ് വയനാട്ടിൽ നിന്നും ബ്രിട്ടീഷുകാരെ തിരുത്തുവാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ അതിന് വേണ്ടി പഴശ്ശി രാജാവ് മൈസൂരിന്റെ സഹായം തേടി. മൈസൂരിന്റെ സഹായത്തോട് കൂടിയിട്ട് പഴശ്ശി രാജാവ് മേജർ കാമറോണിന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ ആക്രമിച്ചു. അങ്ങനെ അവിടെ മേജർ കാമറോണിന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ ആക്രമിക്കുകയും പിന്നീട് അത് നിവൃത്തിയില്ലാതെ ബ്രിട്ടീഷുകാർ പഴശ്ശി രാജാവുമായിട്ടൊരു സന്ധി ഉണ്ടാക്കാൻ തയ്യാറാവുകയും ചെയ്തു. അങ്ങനെ കുറുമ്പനാട്ട് രാജാവുമായിട്ടുള്ള കരാർ ബ്രിട്ടീഷുകാർ റദ്ദാക്കി. അങ്ങനെ കുറുമ്പനാട്ട് രാജാവുമായിട്ടുള്ള കരാർ ബ്രിട്ടീഷുകാർ റദ്ദാക്കി. ഒന്നാം പഴശ്ശി കലാപം അടിച്ചമർത്താൻ നിയോഗിക്കപ്പെട്ട സൈന്യാധിപരാകുന്നു ലഫ്റ്റനന്റ് ഗോർഡൻ, കേണൽ ഡോഗ്, ലഫ്റ്റനന്റ് മീലി. അപ്പോൾ ഒന്നാം പഴശ്ശി കലാപം അടിച്ചമർത്തുവാനായിട്ട് നിയോഗിക്കപ്പെട്ട സൈന്യാധിപരാകുന്നു ലഫ്റ്റനന്റ് ഗോർഡൻ, കേണൽ ഡോഗ്, ലഫ്റ്റനന്റ് മീലി. പിന്നെ ഒന്നാം പഴശ്ശി കലാപം ആരുടെയൊക്കെ മധ്യസ്ഥതയിലാണ് അവസാനിപ്പിച്ചത് എന്ന് വെച്ചാൽ അന്നത്തെ ബോംബെ ഗവർണറായിരുന്ന ജോനാഥൻ ഡങ്കന്റെയും ചിറക്കൽ രാജാവിന്റെയും മധ്യസ്ഥതയിലാണ് ഒന്നാം പഴശ്ശി കലാപം അവസാനിപ്പിച്ചത്. ഒന്നാം പഴശ്ശി കലാപം ആരുടെയെല്ലാം മധ്യസ്ഥതയിലാണ് അവസാനിപ്പിച്ചതെന്ന് ചോദിച്ചാൽ ബോംബെ ഗവർണർ ജോനാഥൻ ഡങ്കൻ, അതുപോലെ ചിറക്കൽ രാജാവ് എന്നിവരുടെ മധ്യസ്ഥതയിലാണ് ഒന്നാം പഴശ്ശി കലാപം അവസാനിപ്പിച്ചത്. ആ ഒരു മധ്യസ്ഥതയ്ക്ക് ശേഷം പഴശ്ശി രാജാവിനോട് അവരെന്ത് തീരുമാനത്തിലെത്തി? വർഷം തോറും 8000 രൂപ പെൻഷനായിട്ട് പഴശ്ശി രാജാവിന് കൊടുക്കാമെന്ന് ഏറ്റു ബ്രിട്ടീഷുകാർ ഏറ്റു. വർഷം തോറും 8000 രൂപ പെൻഷനായിട്ട് കൊടുക്കാമെന്ന് ബ്രിട്ടീഷുകാർ ഏറ്റു. മാത്രമല്ല ഇതിന്റെ പേരിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ സമാധാനത്തിൽ പഴശ്ശി രാജാവിന് കഴിയാമെന്നും ബ്രിട്ടീഷുകാർ വാക്ക് കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിന് പെൻഷനും കൊടുത്തു. വേറെ പ്രോബ്ലംസ് ഒന്നും പഴശ്ശി രാജാവുമായിട്ട് ഉണ്ടാക്കാനായിട്ട് ബ്രിട്ടീഷുകാർ വരില്ല എന്നുകൂടി ബ്രിട്ടീഷുകാർ പഴശ്ശി രാജാവിന് വാക്ക് കൊടുത്തു. രണ്ടാം പഴശ്ശി കലാപം നടന്ന വർഷം 1800 മുതൽ 1805 വരെയാകുന്നു. വയനാട് സ്വന്തമാക്കുവാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചതാണ് രണ്ടാം പഴശ്ശി കലാപത്തിന് കാരണം. രണ്ടാം പഴശ്ശി കലാപത്തിൽ പഴശ്ശി രാജയെ സഹായിക്കുവാനായി നായന്മാർ, മാപ്പിളമാർ, കുറിച്യർ, കുറുമ്പർ എന്നിവരടങ്ങുന്ന വലിയൊരു സംഘം തന്നെ പഴശ്ശി രാജയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് പട്ടാളത്തിലെ സൈന്യാധിപനായി 1800 ആർതർ വെല്ലസ്ലി നിയമിതനായി. പിൽക്കാലത്ത് നെപ്പോളിയൻ ബോണോപാർട്ടിനെ വരെ പരാജയപ്പെടുത്തിയ വെല്ലിംഗ്ടൺ പ്രഭു എന്നറിയപ്പെടുന്ന വലിയ സൈന്യാധിപനാണ് ആർതർ വെല്ലസ്ലി. ആർതർ വെല്ലസ്ലി അറിയപ്പെടുന്ന മറ്റൊരു പേരാകുന്നു വെല്ലിംഗ്ടൺ പ്രഭു. ആർതർ വെല്ലസ്ലി ചില്ലറക്കാരനല്ല. 1815 വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയൻ ബോണോപാർട്ടിനെ വരെ പരാജയപ്പെടുത്തിയ വലിയ സൈന്യാധിപനാണ് ആർതർ വെല്ലസ്ലി. എന്നാൽ 1800 പഴശ്ശി രാജയുമായുള്ള രണ്ടാം
രണ്ടാം പഴശ്ശി കലാപത്തിന്റെ ഭാഗമായി നടന്ന കൊട്ടിയോട്ട് യുദ്ധത്തിൽ ആർതർ വെല്ലസ്ലി പരാജയപ്പെട്ടിരുന്നു. ആ യുദ്ധത്തിൽ പഴശ്ശിരാജയുടെ യുദ്ധതന്ത്രം ഗറില്ല യുദ്ധമുറയായിരുന്നു. പഴശ്ശിരാജാവിന്റെ തന്ത്രങ്ങൾ മൂലം ബ്രിട്ടീഷ് സൈന്യത്തിന് വൻ നാശനഷ്ടങ്ങൾ നേരിടേണ്ടി വന്നു. എന്നാൽ ബ്രിട്ടീഷുകാർ ശക്തമായ സൈന്യമായി വന്നു 1805 പഴശ്ശിരാജാവിനെ പരാജയപ്പെടുത്തി. ആർതർ വെല്ലസ്ലി കളത്തിലിറങ്ങുന്ന സമയത്ത് മലബാറിലെ അന്നത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആർതർ വെല്ലസ്ലിയുടെ സഹോദരനായ റിച്ചാർഡ് വെല്ലസ്ലി ആയിരുന്നു. രണ്ടാം പഴശ്ശി കലാപത്തിൽ പഴശ്ശിരാജയെ സഹായിക്കുവാനായി നിന്ന കുറിച്യരുടെ നേതാവായിരുന്നു തലക്കൽ ചന്തു. നായന്മാരുടെ നേതാവായിരുന്നു എടച്ചേന കുങ്കൻ. മാത്രമല്ല കൈതേരി അമ്പു നായർ, ചെമ്പൻ ബോക്കർ, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, അത്തൻ ഗുരുക്കൾ എന്നിവരടങ്ങുന്ന സംഘവും രണ്ടാം പഴശ്ശി കലാപത്തിൽ പഴശ്ശിരാജാവിനെ സഹായിക്കാനായി ഉണ്ടായിരുന്നു. രണ്ടാം പഴശ്ശി കലാപം നടക്കുമ്പോഴുള്ള തലശ്ശേരി സബ് കളക്ടറായിരുന്നു തോമസ് ബൈബർ. രണ്ടാം പഴശ്ശി കലാപത്തിൽ ബ്രിട്ടീഷുകാരെ സഹായിക്കുവാനായി അവിടുത്തെ പ്രാദേശിക സൈനികർ കൂടി ഉണ്ടായിരുന്നു. രണ്ടാം പഴശ്ശി കലാപത്തിൽ ബ്രിട്ടീഷുകാരെ സഹായിക്കുവാനായി ഉണ്ടായിരുന്ന അവിടുത്തെ പ്രാദേശിക സൈനികർക്ക് പറയുന്ന പേരാകുന്നു കോൽക്കർ. കോൽക്കർ എന്ന് പറയുന്നത് പ്രാദേശിക സൈനികരാകുന്നു. രണ്ടാം പഴശ്ശി കലാപത്തിൽ ബ്രിട്ടീഷുകാരെ സഹായിക്കുവാനായി ഉണ്ടായിരുന്ന പ്രാദേശിക സൈനികരാകുന്നു കോൽക്കർ. 1802 രണ്ടാം പഴശ്ശി കലാപത്തിനിടയ്ക്കാണ് എടച്ചേന കുങ്കൻ നായരുടെയും തലക്കൽ ചന്തുവിന്റെയും നേതൃത്വത്തിൽ വയനാട് ജില്ലയിലെ പനമരം കോട്ട പിടിച്ചെടുത്തത്. വയനാട്ടിലെ പുരളിമലയിലായിരുന്നു രണ്ടാം പഴശ്ശി കലാപം അരങ്ങേറിയത്. വയനാട്ടിലെ മാവിലാംതോട് എന്ന സ്ഥലത്ത് വെച്ച് 1805 നവംബർ 30 രണ്ടാം പഴശ്ശി കലാപത്തിനിടെ പഴശ്ശി രാജാവ് തന്റെ വജ്രമോതിരം വിഴുങ്ങി ആത്മഹത്യ ചെയ്തു. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലെ മാനന്തവാടി. പഴശ്ശി ഡാം കണ്ണൂർ ജില്ലയിലാണ്. പഴശ്ശി മ്യൂസിയം കോഴിക്കോടാണ്. പഴശ്ശി സ്മാരക കോളേജ് പുൽപ്പള്ളിയിലാകുന്നു. കേരള സിംഹം എന്ന പുസ്തകം എഴുതിയത്, പഴശ്ശി രാജാവിനെ കുറിച്ചുള്ള കേരള സിംഹം എന്ന പുസ്തകം എഴുതിയത് KM പണിക്കരാണ്. പഴശ്ശി രാജാവിനെ കുറിച്ച് തോമസ് ബൈബർ പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് വായിക്കാം. തോമസ് ബൈബർ രണ്ടാം പഴശ്ശി കലാപം നടക്കുമ്പോഴുള്ള തലശ്ശേരിയിലെ സബ് കളക്ടറായിരുന്നു. തലശ്ശേരി സബ് കളക്ടറായിരുന്ന തോമസ് ബൈബർ പഴശ്ശി രാജാവിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് വായിക്കാം. കലാപകാരി ആണെങ്കിലും അദ്ദേഹം ഈ രാജ്യത്തെ മുറപ്രകാരമുള്ള ഒരു നാടുവാഴിയാണ്. ഒരു പരാജിത ശത്രു എന്നതിനേക്കാൾ ആ നിലയിൽ വേണം അദ്ദേഹത്തെ കണക്കാക്കാൻ. മരണത്തിന് പോലും മാറ്റാനാകാത്ത ആരാധനാസ്പർശിയായ സ്നേഹാദരങ്ങളോടെ ജനങ്ങൾ വീക്ഷിച്ചിരുന്ന പഴശ്ശി രാജാവിന്റെ കാര്യത്തിൽ എല്ലാ വർഗത്തിലും പെട്ടവർക്കും സുസ്ഥിര താല്പര്യം ഉള്ളതായി ഞാൻ കണ്ടു. വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവ 1765 തിരുവിതാംകൂറിലെ തലക്കുളത്ത് ജനനം. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് വേലായുധൻ ചെമ്പകരാമൻ തമ്പി. 1801 വേലുത്തമ്പി തന്റെ 36-ാം വയസ്സിൽ അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ ദളവ സ്ഥാനത്തേക്ക്, അതായത് പ്രൈം മിനിസ്റ്റർ പോസ്റ്റിലേക്ക് ഉയർന്നു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, വേലുത്തമ്പി ദളവയുടെ അച്ഛൻ രാജാവൊന്നുമായിരുന്നില്ല. വേലുത്തമ്പി ദളവ ഒരു സാധാരണ കുടുംബത്തിലാണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവ് സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ പ്രാധാന്യമുണ്ടായിരുന്ന ഒരു സാധാരണ വ്യക്തി മാത്രമായിരുന്നു. വേലുത്തമ്പി ദളവ തന്റെ കഴിവുകൾ കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും മാത്രമാണ് തിരുവിതാംകൂർ പ്രധാനമന്ത്രി സ്ഥാനം വരെ എത്തിയത്. 1799 നാട്ടുകൂട്ടം വിളക്കം, 1809 കുണ്ടറ വിളംബരം ഇവ വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കേരള സെക്രട്ടേറിയറ്റിന് മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന പ്രതിമ വേലുത്തമ്പി ദളവയുടേതാണ്. വേലുത്തമ്പി ദളവയുടെ പേരിൽ തിരുവനന്തപുരത്ത് ഒരു കോളേജുണ്ട്. ആ കോളേജിന്റെ പേരാകുന്നു VTM NSS, ഫുൾ ഫോം വേലുത്തമ്പി മെമ്മോറിയൽ നായർ സർവീസ് സൊസൈറ്റി കോളേജ്. ഇനി നമുക്ക് വേലുത്തമ്പി ദളവയെക്കുറിച്ച് കുറച്ചുകൂടി ഡീപ്പായി പഠിക്കാം. വേലുത്തമ്പി ദളവ ഈ പ്രധാനമന്ത്രി പോസ്റ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് തിരുവിതാംകൂർ മാവേലിക്കരയിൽ തഹസിൽദാറായി, അതായത് റവന്യൂ ഓഫീസറായി വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പ് തിരുവിതാംകൂർ തലക്കുളത്ത് കാര്യക്കാർ എന്ന് പറയുമ്പോൾ അതൊരു അഡ്മിനിസ്ട്രേറ്റർ പോസ്റ്റാണ്. ആ അഡ്മിനിസ്ട്രേറ്റർ പോസ്റ്റിലും അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. 1799 വേലുത്തമ്പി തിരുവിതാംകൂർ തലക്കുളത്ത് കാര്യക്കാർ എന്ന് പറയുമ്പോൾ അഡ്മിനിസ്ട്രേറ്ററായി ജോലി ചെയ്യുന്ന ടൈമിലാണ് അന്നത്തെ മന്ത്രിമാരായിരുന്ന ജയന്തൻ ശങ്കരൻ നമ്പൂതിരി, ശങ്കരനാരായണൻ ചെട്ടി, തച്ചിൽ മാത്തു തരകൻ എന്നിവരുടെ ദുർഭരണം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടിയത്. ഇങ്ങനെ ജനങ്ങൾ പൊറുതിമുട്ടിയപ്പോൾ വേലുത്തമ്പി ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. ഈ സംഭവത്തെയാണ് നാട്ടുകൂട്ടം വിളക്കം എന്നറിയപ്പെടുന്നത്. 1799 നാട്ടുകൂട്ടം വിളക്കം എന്ന ജനകീയ പ്രക്ഷോഭം അരങ്ങേറിയത്. ഈ ഒരു സംഭവത്തിന് ശേഷമാണ് അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ അഴിമതിക്കാരായ മന്ത്രിമാരെ പിരിച്ചുവിടുകയും വേലുത്തമ്പിയെ സർവാധികാരി കാര്യക്കാർ എന്ന പോസ്റ്റിൽ നിയമിക്കുകയും ചെയ്തത്. സർവാധികാരി കാര്യക്കാർ എന്ന പോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതോറിറ്റേറ്റീവ് ഒഫീഷ്യൽ എന്ന പോസ്റ്റാകുന്നു. ഈ പോസ്റ്റിൽ നിന്നുമാണ് വേലുത്തമ്പിക്ക് പിന്നീട് ഒരു പ്രൊമോഷൻ കിട്ടുന്നത്. അത് കൊമേഴ്ഷ്യൽ മിനിസ്റ്റർ ആയിട്ടായിരുന്നു. വാണിജ്യ വകുപ്പ് മന്ത്രിയായിട്ട് പിന്നീട് പോസ്റ്റിൽ നിന്നും വേലുത്തമ്പിക്ക് പ്രൊമോഷൻ കിട്ടുകയാണ് ഉണ്ടായത്. വാണിജ്യ വകുപ്പ് മന്ത്രിയുടെ അന്നത്തെ മലയാളം പേര് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അത് മുളകുമടി ശീലകാരിക്കാർ എന്നാകുന്നു. അപ്പോൾ മുളകുമടി ശീലകാരിക്കാർ അല്ലെങ്കിൽ വാണിജ്യ വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ മിനിസ്റ്റർ എന്നുള്ള പദവിയും വേലുത്തമ്പി ദളവ കൈകാര്യം ചെയ്തിട്ടുണ്ട്. വേലുത്തമ്പി ദളവ ഈ ഒരു പ്രൈം മിനിസ്റ്റർ പോസ്റ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് റവന്യൂ ഓഫീസറായി വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തിരുവിതാംകൂർ അഡ്മിനിസ്ട്രേറ്ററായി വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തിരുവിതാംകൂർ അതോറിറ്റേറ്റീവ് ഒഫീഷ്യലായി വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കൊമേഴ്ഷ്യൽ മിനിസ്റ്ററായി വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് വേലുത്തമ്പി ദളവ എന്ന പോസ്റ്റിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് തഹസിൽദാർ എന്ന പോസ്റ്റ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കാര്യക്കാർ എന്നുള്ള പോസ്റ്റ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സർവാധികാരി കാര്യക്കാർ എന്നുള്ള പോസ്റ്റ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് പ്രൊമോഷനായിട്ട് മുളകുമടി ശീലകാരിക്കാർ അല്ലെങ്കിൽ വാണിജ്യ വകുപ്പ് മന്ത്രിയായിട്ടും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപങ്ങളെയാണ് തിരുവിതാംകൂർ കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ വാണിജ്യ വകുപ്പ് മന്ത്രി പോസ്റ്റിൽ നിന്നുമാണ് വേലുത്തമ്പി പ്രൈം മിനിസ്റ്റർ പോസ്റ്റിലേക്ക് എത്തിയത്, അതായത് ദളവ സ്ഥാനത്തേക്ക് എത്തിയത്. 1800 തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് പ്രസിഡന്റായി കേണൽ മെക്കാലെ ചാർജ് എടുക്കുന്നതോടെ തിരുവിതാംകൂർ പ്രധാനമന്ത്രിയായിരുന്ന വേലുത്തമ്പി ദളവയുടെ സ്ഥാനം പതുക്കെ കുറയുന്നു. അതിൽപ്പെട്ട ഒരു പ്രധാന കാരണമായിരുന്നു തിരുവിതാംകൂർ അഴിമതി കേസിലെ പ്രധാന പ്രതിയായ തച്ചിൽ മാത്തു തരകന്റെ സ്വത്ത് കണ്ടുകെട്ടാൻ വേലുത്തമ്പി ദളവ ഉത്തരവിട്ടപ്പോൾ തിരുവിതാംകൂർ പ്രസിഡന്റായിരുന്ന കേണൽ മെക്കാലെ അത് റദ്ദാക്കി. ഇതോടുകൂടി ബന്ധം കൂടുതൽ വഷളാവാൻ കാരണമായി. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, കേണൽ മെക്കാലെയും ലോർഡ് മെക്കാലെയും ഇവർ രണ്ട് പേരാണ്. ലോർഡ് മെക്കാലെ എന്ന് പറയുന്നത് മെക്കാലെ മിനിറ്റ്സിലെ മെക്കാലെയായിരുന്നു. ആ മെക്കാലെ അല്ല കേണൽ മെക്കാലെ. ഓക്കെ, വേലുത്തമ്പി ദളവ തിരുവിതാംകൂറിന്റെ ഉന്നമനത്തിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുവാനും നടപ്പിലാക്കുവാനും ശ്രമിക്കുമ്പോഴെല്ലാം അന്നത്തെ ബ്രിട്ടീഷ് പ്രസിഡന്റായിരുന്ന കേണൽ മെക്കാലെ അതിനെതിരായി പ്രവർത്തിച്ചു. ഇത് തുടർന്നപ്പോൾ വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രക്ഷോഭം പ്രഖ്യാപിച്ചു. ഈ പ്രക്ഷോഭത്തിൽ വേലുത്തമ്പി ദളവയ്ക്കൊപ്പം നിൽക്കുവാനായി വേലുത്തമ്പി ദളവ തന്റെ സുഹൃത്തും ബന്ധുവുമായിട്ട് അന്നത്തെ കൊച്ചിയിലെ പ്രധാനമന്ത്രിയായിരുന്ന പാലിയത്തച്ഛനെ കണ്ടുമുട്ടുകയും ചെയ്തു. എന്നാൽ ഇതേ സമയം പാലിയത്തച്ഛനുമായി തെറ്റിപ്പിരിഞ്ഞ കുഞ്ഞികൃഷ്ണ മേനോൻ ബ്രിട്ടീഷ് പ്രസിഡന്റായ കേണൽ മെക്കാലയ്ക്കൊപ്പം നിൽക്കുകയും ചെയ്തു. മാത്രമല്ല കേണൽ മെക്കാലെ അതേ സമയം തന്നെ കൊച്ചിയിലെ പ്രസിഡന്റിന്റെ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു. വേലുത്തമ്പി ദളവ ചിലക്കാരനായിരുന്നില്ല. വേലുത്തമ്പി ദളവയ്ക്ക് സമൂഹത്തിലൂടെയും ഫ്രഞ്ചുകാരുടെയും അമേരിക്കയുടെ പോലും പിന്തുണ ഉണ്ടായിരുന്നു. 1808 ഡിസംബർ 18 വേലുത്തമ്പി ദളവയും പാലിയത്തച്ഛനും അവരുടെ
3000-ഓളം വരുന്ന സൈനികരും കൂടി ചേർന്ന് കൊച്ചിയിലെ റെസിഡന്റ് ആയിരുന്ന കേണൽ മെക്കാളയുടെ വസതി ആക്രമിച്ചു. ഈ സമയം കേണൽ മെക്കാളയും കുഞ്ഞികൃഷ്ണ മേനോനും കൂടി മലബാറിൽ നിന്നും എത്തിയ ബ്രിട്ടീഷ് സൈനികർക്കൊപ്പം രക്ഷപ്പെട്ടു. പിന്നീട് മലബാറിൽ നിന്നുള്ള ശക്തമായ ബ്രിട്ടീഷ് സൈന്യം വന്ന് വേലുത്തമ്പി ദളവയുടെ സൈന്യത്തെ ആക്രമിച്ചു. വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായപ്പോൾ വേലുത്തമ്പി ദളവ ഈ പ്രക്ഷോഭത്തിൽ നിന്ന് പിൻവാങ്ങി. അതിനുശേഷം വേലുത്തമ്പി ദളവ തന്റെ ആസ്ഥാനം തിരുവിതാംകൂറിലെ കുണ്ടേറയിലേക്ക് മാറ്റിയിരുന്നു. അതിനുശേഷം 1809 ജനുവരി 11 മലയാള മാസം ശ്രദ്ധിക്കുക, 984 മകരം 1 വേലുത്തമ്പി ദളവ വിളമ്പല്ലൂർ ക്ഷേത്രത്തിൽ വെച്ച് കുണ്ടറ വിളംബരം പുറപ്പെടുവിക്കുന്നു. ആ സമയത്ത് വേലുത്തമ്പി ദളവ പറഞ്ഞ വാക്കുകളാണിവ. വേലുത്തമ്പി ദളവയുടെ കുണ്ടറ വിളംബരത്തിൽ നിന്ന് അന്യരുടെ രാജ്യങ്ങൾ വഞ്ചന കൊണ്ട് കൈയടക്കുന്നത് അവരുടെ വംശപാരമ്പര്യമാണ്. അങ്ങനെ ഒരു രാജ്യം അവരുടെ കൈപ്പിടിയിൽ അമർന്നാൽ അവരുടെ പട്ടാളം അവിടുത്തെ രാജധാനിയും കോട്ടയും തങ്ങളുടെ രക്ഷാശാസനയിൽ കൊണ്ടുവരും. രാജാവിന്റെയും അഭിജാത വർഗത്തിന്റെയും പരമ്പരാഗതമായ അന്തസ്സും പദവികളും ആചാരാനുഷ്ഠാനങ്ങളും എല്ലാം അതോടെ അവസാനിക്കും. ഉൾപ്പെടെയുള്ള എല്ലാ വ്യാപാരങ്ങളും അവരുടെ കുത്തകയാകും. വസ്തുക്കളും വീടും വയലുകളും വലവൃക്ഷത്തോട്ടങ്ങളും അവരുടേതാകും. ഏറ്റവും നിസ്സാരമായ കുറ്റങ്ങൾക്ക് പോലും അവരുടെ നികൃഷ്ട ജന്മാക്കളായ കിങ്കരന്മാർ കഠിന ശിക്ഷ നൽകും. കുണ്ടറ വിളംബരത്തിന് ശേഷം ബ്രിട്ടീഷുകാർ വേലുത്തമ്പി ദളവയെ പിടികൂടി വധിക്കുവാൻ തീരുമാനിക്കുന്നു. അതിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് സൈനികനാണ് കേണൽ ലീഗർ. കേണൽ ലീഗറിനെ വേലുത്തമ്പി ദളവയെ പിടികൂടുവാനായി സഹായിച്ച തിരുവിതാംകൂറിലെ പ്രധാനിയാണ് ഉമ്മണിത്തമ്പി. രക്ഷയില്ലാതെ വന്ന വേലുത്തമ്പി ദളവ പത്തനംതിട്ട ജില്ലയിലെ മണ്ണടിയിൽ വെച്ച് ആത്മഹത്യ ചെയ്യുന്നു. ഇതിൽ രോഷാകുലരായ ബ്രിട്ടീഷുകാർ തിരുവനന്തപുരത്തെ കണ്ണമ്മൂല എന്ന് പറയുന്ന സ്ഥലത്ത് വേലുത്തമ്പി ദളവയുടെ ചേതനയേറ്റ ശരീരം കെട്ടിത്തൂക്കുന്നു. ആ മൃതദേഹത്തിൽ അവർ ഇരുമ്പും കുന്തവും കുത്തിയിറക്കുന്നു. എന്നിട്ട് പക്ഷികൾക്ക് കൊത്തി തിന്നുവാനായി ഇട്ടുകൊടുക്കുന്നു. അതിനുശേഷം ബ്രിട്ടീഷുകാർ ഇങ്ങനെ പറയുന്നു: ഇഫ് എനിവൺ ടേൺസ് അഗെയിൻസ്റ്റ് us, their condition will be like this. ആരെങ്കിലും ഞങ്ങൾക്കെതിരെ തിരിഞ്ഞാൽ അവന്റെ അവസ്ഥ ഇതായിരിക്കും. പാലിയത്തച്ഛൻ. കൊച്ചി രാജ്യത്തെ പ്രധാനമന്ത്രിമാർ പാലിയത്തച്ഛൻ എന്ന പേരിലാണ് പ്രശസ്തരായിരുന്നത്. പാലിയത്തച്ഛൻ എന്നത് ഒരു സ്ഥാനപ്പേരായിരുന്നു. കൊച്ചി രാജ്യത്തെ പ്രധാനമന്ത്രിമാർ അറിയപ്പെടുന്ന പേരാകുന്നു പാലിയത്തച്ഛൻ. പാലിയത്തച്ഛന്മാർ 1632 മുതൽ 1809 വരെ, അതായത് 177 വർഷത്തോളം കാലം കൊച്ചി രാജാക്കന്മാരുടെ മന്ത്രിമുഖ്യൻ, അതായത് പ്രധാനമന്ത്രി പദവി വഹിച്ചവരായിരുന്നു. 1790 മുതൽ 1805 വരെ കൊച്ചി ഭരിച്ചിരുന്ന രാജാവായിരുന്ന, ആധുനിക കൊച്ചിയുടെ പിതാവെന്നും കൊച്ചിയിലെ മാർത്താണ്ഡവർമ്മ എന്നും തൃശൂർ പട്ടണത്തിന്റെ പിതാവെന്നും അറിയപ്പെടുന്ന ശക്തൻ തമ്പുരാന്റെ കാലത്തും ദളവാ സ്ഥാനം, അതായത് പ്രധാനമന്ത്രി സ്ഥാനം അലങ്കരിച്ചിരുന്നത് പാലിയത്തച്ഛന്മാരായിരുന്നു. കൊച്ചി രാജ്യത്തെ അവസാനത്തെ പാലിയത്തച്ഛനായിരുന്നു ഗോവിന്ദൻ അച്ഛൻ. ഈ ഗോവിന്ദൻ അച്ഛൻ എന്ന പാലിയത്തച്ഛനാണ് വേലുത്തമ്പി ദളവയുമായി സഖ്യമുണ്ടാക്കി ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടി പരാജയപ്പെടുകയും മദ്രാസിലേക്ക് നാടുകടത്തപ്പെടുകയും ചെയ്തത്. കൊച്ചി രാജ്യത്തെ അവസാനത്തെ പാലിയത്തച്ഛനായിരുന്നു ഗോവിന്ദൻ അച്ഛൻ. 1809 പാലിയത്തച്ഛന്മാരുടെ കാലം അവസാനിച്ചു. കുറിച്യർ കലാപം. ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ നടന്ന ഒരു ഗോത്ര കലാപമാണ് വയനാട്ടിലെ കുറിച്യർ കലാപം. വയനാട്ടിലെ ഗോത്ര ജനതയായ കുറിച്യരും കുറുമ്പരുമാണ് കലാപം നടത്തിയത്. 1812 നടന്ന ഈ കലാപത്തിന്റെ കാരണങ്ങൾ പറയാം. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്, നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പി ആയിരുന്നു. കുറിച്യർ കലാപത്തിന്റെ മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. ഈ കലാപം ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയത് 1812 മെയ് 8 കുറിച്യർ കലാപം ബ്രിട്ടീഷുകാർ നേരിട്ട കലാപങ്ങളിൽ ഏറ്റവും ശക്തമായ കലാപമായിരുന്നു. കുറിച്യർ കലാപം അടിച്ചമർത്തുവാൻ നേതൃത്വം കൊടുത്ത ബ്രിട്ടീഷ് സൈന്യാധിപനായിരുന്നു TH ബെയ്ബർ. TH ബെയ്ബറുടെ വാക്കുകൾ നമുക്കൊന്ന് നോക്കാം. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കുവാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ മലബാർ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്നാണ് TH ബെയ്ബർ പറഞ്ഞത്. കുറിച്യരുടെ ആക്രമണമുറ ഒളിപ്പോര് ആയിരുന്നു. സാന്താൾ കലാപം. 1855 മുതൽ 1856 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് സാന്താൾ കലാപം നടക്കുന്നത്. സാന്താൾ കലാപം എന്താണെന്ന് പറഞ്ഞുതരാം. ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലായി പരന്നുകിടക്കുന്ന രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ ജീവിച്ചു വന്ന ഗോത്ര ജനതയായിരുന്നു സാന്താൾമാർ. വനവിഭവങ്ങൾ ശേഖരിച്ചും കൃഷി ചെയ്തും പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചു പോന്നവരായിരുന്നു അവർ. അവരുടെ പ്രധാന തൊഴിലുകളായിരുന്നു കന്നുകാലി വളർത്തൽ, പുനംകൃഷി, വേട്ടയാടൽ തുടങ്ങിയവ. കരുത്തരും അധ്വാനശീലരും തനതായ സംസ്കാരമുള്ളവരുമായിരുന്നു അവർ. ബ്രിട്ടീഷ് ആധിപത്യം സ്ഥാപിക്കപ്പെട്ടതോടെ സാന്താൾ ജനതയുടെ ജീവിതത്തിന്റെ താളം നഷ്ടമായി. സെമീന്ദാർമാരും കൊള്ളപ്പലിശക്കാരും അവരുടെ ഭൂമി കൈയടക്കി. റെയിൽവേ നിർമ്മാണത്തിനും കപ്പൽ നിർമ്മാണത്തിനും അതുപോലെ തോട്ട വ്യവസായത്തിനും വേണ്ടി ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ വനഭൂമി കൈയടക്കുകയും സാന്താൾ ജനതയുടെ കൃഷിഭൂമി നശിപ്പിച്ച് അവരെ ഈ പറയപ്പെട്ട നിർമ്മാണങ്ങൾക്ക് വേണ്ടി, അതായത് റെയിൽവേ നിർമ്മാണത്തിനും കപ്പൽ നിർമ്മാണത്തിനും തോട്ട വ്യവസായത്തിനും വേണ്ടി സാന്താൾ ജനതയെ അടിമകളെ പോലെ പണിയെടുപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല, സാന്താൾ ജനത ജീവിച്ചു പോന്ന വനപ്രദേശങ്ങളെ സംരക്ഷിത വനമേഖലകളാക്കി പ്രഖ്യാപിച്ച് വനങ്ങളിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചു. വനങ്ങൾ വ്യാപകമായി നശിപ്പിക്കുകയും ചെയ്തു. ഈ കാരണങ്ങളാൽ സാന്താൾ ജനത ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം പ്രഖ്യാപിച്ചു. ഈ സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത് സിദ്ധു, കാനു, ചാന്തു, ബൈരു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ 7 മാസം വരെ നീണ്ടുനിന്ന പോരാട്ടമായിരുന്നു ഈ സാന്താൾ കലാപം. 1855, 1856 കാലഘട്ടങ്ങളിലാണ് സാന്താൾ കലാപം ഉണ്ടായത്. എന്നാൽ ആയിരക്കണക്കിന് സാന്താൾ ഗോത്ര ജനത ഈ ഒരു കലാപത്തിൽ ബ്രിട്ടീഷുകാരുടെ തോക്കിന് മുന്നിൽ മരിച്ചു വീഴുകയാണ് ഉണ്ടായത്. ഈ കലാപത്തിന്റെ അവസാനം വിജയമായിരുന്നില്ലെങ്കിലും അവരുടെ ത്യാഗവും ധൈര്യവും പിന്നീട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ വലിയ പ്രചോദനമായി മാറി. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ശിപ്പായി ലഹള എന്ന പേരിലും അറിയപ്പെടുന്നു. ഗവർണർ ജനറൽ കാനിംഗ് പ്രഭുവിന്റെ കാലത്താണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിൽ അസംതൃപ്തരായ ജനങ്ങൾ അവർക്കെതിരെ പോരാടിയതാണ് ഈ ഒരു സമരം. ഒരു പുതിയ തരം തോക്കും തിരയും ഉപയോഗിക്കാൻ ഇന്ത്യൻ പട്ടാളക്കാർ വിസമ്മതിച്ചതാണ് ഈ ഒരു വിപ്ലവത്തിന് കാരണം. 1857 മെയ് 10 ഉത്തർപ്രദേശിലെ മീററ്റിലാണ് ഈ ഒരു കലാപം ആരംഭിച്ചത്. 1857 വിപ്ലവത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയാകുന്നു മംഗൾ പാണ്ഡെ. ഝാൻസിയിലെ റാണി ലക്ഷ്മിബായി, പേഷ്യ ബാജിറാവുവിന്റെ രണ്ടാമത്തെ ദത്തുപുത്രനായ കാൻപൂരിലെ നാനാസാഹിബിന്റെ വിശ്വസ്തൻ താന്തിയോ തൊപ്പി എന്നിവരായിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട വിപ്ലവകാരികളെ നയിച്ചത്. 1857 വിപ്ലവത്തിൽ കമ്പനിക്കെതിരെ ഗറില്ല യുദ്ധരീതി ആവിഷ്കരിച്ചത് താന്തിയോ തൊപ്പിയായിരുന്നു. താന്തിയോ തൊപ്പിയുടെ യഥാർത്ഥ പേരാകുന്നു രാമചന്ദ്ര പാണ്ഡുരാങ്.
വിപ്ലവകാരികൾ ഡൽഹി പിടിച്ചെടുക്കുകയും അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി വാഴിക്കുകയും ചെയ്തു. സർ ജോൺ നിക്കോൾസന്റെ നേതൃത്വത്തിൽ ഇംഗ്ലീഷുകാർ ഡൽഹി തിരികെ പിടിക്കുകയും ബഹദൂർ ഷാ രണ്ടാമനെ ബർമയിലേക്ക് നാടുകടത്തുകയും ചെയ്തു. 1857 വിപ്ലവത്തെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് സർ ജോൺ ലോറൻസ് ആകുന്നു. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ മഹത്തായ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് VD സർവർക്കർ ആയിരുന്നു. മംഗൾ പാണ്ഡെ ആരാണെന്ന് നോക്കാം. 1857 കലാപത്തിന്റെ ആദ്യ രക്തസാക്ഷിയാകുന്നു മംഗൾ പാണ്ഡെ. ബാരക്പൂരിലെ 34ാം കാലാൾപ്പടയിൽപ്പെട്ട സൈനികനായിരുന്നു അദ്ദേഹം. 1857 മാർച്ച് 29 മംഗൾ പാണ്ഡെ ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥനെതിരെ നിറയൊഴിച്ചു. ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ പിടികൂടുകയും വധശിക്ഷയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു. ലെയേഴ്സ് ഓഫ് എർത്ത് അറ്റ്മോസ്ഫിയറിനെ 5 ആയി ക്ലാസിഫൈ ചെയ്യാം. അവയാകുന്നു ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ. ഇതിലെ 4ാമത്തെ ലെയറായിട്ടുള്ള തെർമോസ്ഫിയറിലാണ് അയനോസ്ഫിയർ എന്ന ലെയറും ഉള്ളത്. ലെയേഴ്സ് ഓഫ് എർത്ത് അറ്റ്മോസ്ഫിയർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കേണ്ട ന്യൂമോണിക്സ് എന്നത് ട്രസ്റ്റ് മീ ഇൻ ദി എക്സാം എന്നതാകുന്നു. ട്രസ്റ്റ് ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീ മെസോസ്ഫിയർ, ദി തെർമോസ്ഫിയർ, എക്സാം എക്സോസ്ഫിയർ. ഇങ്ങനെ 5 ലെയേഴ്സ് ആയിട്ടാണ് എർത്ത് അറ്റ്മോസ്ഫിയർ ഉള്ളത്. നമുക്ക് ഓരോന്നിനെ കുറിച്ചും നോക്കാം. ഫസ്റ്റ് വൺ, troposphere. Extension of troposphere is 0 to 12 km. It is higher at equator, lower at poles. Weather phenomena such as clouds, rains, storms occurs here. In the troposphere, temperature decreases with the altitude. Boundary of troposphere is called tropopause. Helicopters, light aircrafts, അതുപോലെ ബലൂൺ വിമാനങ്ങൾ എന്നിവ പോകുന്നത് troposphere എന്ന ലെയറിലൂടെയാണ്. The second layer of Earth atmosphere is called stratosphere. Extension of stratosphere is 12 to 50 km. Stratosphere contains the ozone layer. Here, temperature increases with the altitude. വിമാനങ്ങൾ സാധാരണയായി പോകുന്നത് സ്ട്രാറ്റോസ്ഫിയറിലൂടെയാണ്. എന്നാൽ ഹെലികോപ്റ്ററുകളും സ്മോൾ എയർക്രാഫ്റ്റുകളും ബലൂൺ വിമാനങ്ങളും പോകുന്നത് ട്രോപ്പോസ്ഫിയറിലൂടെയാണ്. എന്നാൽ സാധാരണ വിമാനങ്ങൾ പോകുന്നത് സ്ട്രാറ്റോസ്ഫിയർ എന്ന ലെയറിലൂടെയാണ്. ലെയേഴ്സ് ഓഫ് എർത്ത് അറ്റ്മോസ്ഫിയറിൽ വരുന്ന 3ാമത്തെ ലെയറിന്റെ പേരാകുന്നു മിസോസ്ഫിയർ. എക്സ്റ്റൻഷൻ ഓഫ് മിസോസ്ഫിയർ ഈസ് 50 to 80 km. ഷൂട്ടിംഗ് സ്റ്റാർസ് കാണപ്പെടുന്നത് മിസോസ്ഫിയർ എന്ന ലെയറിലാകുന്നു. 4ാമത്തെ ലെയറിന്റെ പേരാകുന്നു തെർമോസ്ഫിയർ. എക്സ്റ്റൻഷൻ ഓഫ് തെർമോസ്ഫിയർ ഈസ് 80 to 700 km. തെർമോസ്ഫിയറിലാണ് അറോറ എന്ന ഫിനോമിനൻ കാണപ്പെടുന്നത്. അതുപോലെ അയനോസ്ഫിയർ ഉള്ളതും തെർമോസ്ഫിയർ എന്ന 4ാമത്തെ ലെയറിലാകുന്നു. 5ാമത്തെ ലെയറിന്റെ പേരാകുന്നു എക്സോസ്ഫിയർ. എക്സ്റ്റൻഷൻ ഓഫ് എക്സോസ്ഫിയർ ഈസ് 700 km to 10,000 km. സാറ്റലൈറ്റുകൾ ഉള്ളത് ഈ ലെയറിലാകുന്നു. സാറ്റലൈറ്റുകൾ പ്രധാനമായും 2 ലെയേഴ്സിലായിട്ട് കാണപ്പെടാറുണ്ട്. ദാറ്റ് ആർ തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ. തെർമോസ്ഫിയറിൽ ലോ എർത്ത് ഓർബിറ്റ് സാറ്റലൈറ്റുകളും എക്സോസ്ഫിയറിൽ ഹൈ എർത്ത് ഓർബിറ്റ് സാറ്റലൈറ്റുകളുമാണ് കാണപ്പെടാറുള്ളത്. ഇനി നമുക്ക് ബഹിരാകാശം, ദാറ്റ് ഈസ് ഔട്ടർ സ്പേസ് എന്താണെന്ന് നോക്കാം. ബഹിരാകാശം എന്ന് പറയുന്നത് 100 കിലോമീറ്റർ ഉയരം കടന്നാലുള്ള ഭാഗങ്ങളെ നമ്മൾ ബഹിരാകാശം, അതായത് ഔട്ടർ സ്പേസ് എന്നാണ് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ തെർമോസ്ഫിയർ മുതലുള്ള ഭാഗങ്ങളെ നമ്മൾ ബഹിരാകാശം എന്ന് പറയുന്നു. ലെയേഴ്സ് ഓഫ് എർത്ത്. ലെയേഴ്സ് ഓഫ് എർത്തിനെ 3 ആയി ക്ലാസിഫൈ ചെയ്യുന്നു. ദാറ്റ് ആർ ക്രസ്റ്റ്, മാൻഡിൽ ആൻഡ് കോർ. ഇത് മനസ്സിലാക്കുവാനായിട്ട് ഒരു പുഴുങ്ങിയ മുട്ട സങ്കല്പിക്കുക. പുഴുങ്ങിയ മുട്ടയുടെ തൊണ്ടാണ് ക്രസ്റ്റ്. ആ തൊണ്ട് കളഞ്ഞാൽ കിട്ടുന്ന വൈറ്റ് എഗ്ഗിന് പറയുന്ന പേരാകുന്നു മാൻഡിൽ. വൈറ്റ് എഗ്ഗിന്റെ ഉള്ളിലായി വരുന്ന മുട്ടയുടെ മഞ്ഞ കുന്നിക്ക് പറയുന്ന പേരാകുന്നു കോർ. ഓക്കെ, ലെയേഴ്സ് ഓഫ് എർത്തിനെ നമുക്ക് 3 ആയി ക്ലാസിഫൈ ചെയ്യാം. ക്രസ്റ്റ്, മാൻഡിൽ ആൻഡ് കോർ. ഇതിൽ ക്രസ്റ്റിനെ വീണ്ടും 2 ആയി ക്ലാസിഫൈ ചെയ്യാം. ദാറ്റ് ആർ കോണ്ടിനെന്റൽ ക്രസ്റ്റ് ആൻഡ് ഓഷ്യാനിക് ക്രസ്റ്റ്. കോണ്ടിനെന്റൽ ക്രസ്റ്റിന്റെ തിക്നെസ് എന്നത് 30 km to 70 km വരെയും ഓഷ്യാനിക് ക്രസ്റ്റിന്റെ തിക്നെസ് എന്നത് 5 km to 10 km വരെയും ആകുന്നു ഉള്ളത്. കോണ്ടിനെന്റൽ ക്രസ്റ്റിനെ സിയാൽ എന്നും ഓഷ്യാനിക് ക്രസ്റ്റിനെ സീമ എന്നും പറയപ്പെടുന്നു. എർത്ത് ലെയേഴ്സിന്റെ മാസിന്റെ 1% മാത്രമാണ് ക്രസ്റ്റിലുള്ളത്. അടുത്തത് നമുക്ക് മാൻഡിൽ എന്താണെന്ന് നോക്കാം. ക്രസ്റ്റിന്റെ അടിയിലായി, ദാറ്റ് ഈസ് ബിലോ ദി ക്രസ്റ്റ് ഫിൽഡ് വിത്ത് ഹോട്ട് റോക്സ്, ദാറ്റ് ഈസ് കോൾഡ് മാൻഡിൽ. എർത്ത് ലെയേഴ്സിന്റെ 70% മാസം അടങ്ങിയിട്ടുള്ളത് മാൻഡിലിൽ ആകുന്നു. മാൻഡിലിനെ 2 ആയി ക്ലാസിഫൈ ചെയ്യുന്നു. ദാറ്റ് ആർ അപ്പർ മാൻഡിൽ ആൻഡ് ലോവർ മാൻഡിൽ. അപ്പർ മാൻഡിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിലിക്കൺ കോമ്പൗണ്ട് കൊണ്ട് നിർമ്മിതമായ ഈ ലെയർ സോളിഡ് സ്റ്റേറ്റിലാണുള്ളത്. ലോവർ മാൻഡിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പർ മാൻഡിലിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന ഈ ലെയറിലെ കോമ്പൗണ്ട്സ് സെമി മോൾട്ടൺ സ്റ്റേറ്റിലാണുള്ളത്. സെമി മോൾട്ടൺ സ്റ്റേറ്റ് എന്നാൽ സെമി ലിക്വിഡ് ഓർ സെമി സോളിഡ് സ്റ്റേറ്റിലാണ് ഈ ലോവർ മാൻഡിൽ ഉള്ളത്. അടുത്ത 3ാമത്തെ ലെയറിന്റെ പേരാകുന്നു കോർ. ദാറ്റ് ഈസ് എർത്തിലെ 3ാമത്തെ ലെയറിന്റെ പേരാകുന്നു കോർ. കോറിനെ വീണ്ടും 2 ആയി ക്ലാസിഫൈ ചെയ്യുന്നു. അവയാകുന്നു ഔട്ടർ കോർ ആൻഡ് ഇന്നർ കോർ. ഔട്ടർ കോർ മോൾട്ടൺ സ്റ്റേറ്റിലും ഇന്നർ കോർ സോളിഡ് സ്റ്റേറ്റിലുമാണുള്ളത്. ഭൂമിയുടെ കോറിനെ നിഫെ എന്നും അറിയപ്പെടുന്നു. ഇതിനൊപ്പം കുറച്ചു കാര്യങ്ങൾ കൂടി പറയാം. എർത്തിന്റെ ക്രസ്റ്റിനെയും അപ്പർ മാൻഡിലിനെയും ചേർത്ത് ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നു. ലിത്തോസ്ഫിയറിന് താഴെയായി കാണുന്ന മോൾട്ടൺ സ്റ്റേറ്റിൽ കാണപ്പെടുന്ന ഭാഗത്തെ എസ്റ്റനോസ്ഫിയർ എന്നും അറിയപ്പെടുന്നു. അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തെത്തുന്ന ലാവയുടെ സോഴ്സ് എന്നത് അസ്റ്റനോസ്ഫിയർ ആകുന്നു. ഇൻ അഡീഷൻ ടു ദാറ്റ്, ഭൂമിയുടെ ക്രസ്റ്റിൽ നിന്നും ഭൂമിയുടെ സെന്ററിലേക്കുള്ള ദൂരം എന്നത് 6371 km ആകുന്നു. അതുപോലെ ഭൂമിയുടെ ക്രസ്റ്റിൽ നിന്നും ഭൂമിയുടെ മാൻഡിൽ തീരുന്ന അത്രയും ഭാഗത്തേക്കുള്ള ഡിസ്റ്റൻസ് എന്നത് 3000 km ആകുന്നു. എർത്ത് ക്രസ്റ്റിന്റെ തിക്നെസ് ആവറേജ് 40 km ആകുന്നു. ശിലകളെ, ദാറ്റ് ഈസ് റോക്സിനെ പ്രധാനമായും 3 ആയി ക്ലാസിഫൈ ചെയ്യുന്നു. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് ആഗ്നേയ ശിലകൾ. ആഗ്നേയ ശിലകളെ ഇംഗ്ലീഷിൽ ഇഗ്നിയസ് റോക്സ് എന്ന് പറയുന്നു. രണ്ടാമത്തേതാകുന്നു അവസാദ ശിലകൾ. അവസാദ ശിലകളെ സെഡിമെന്ററി റോക്സ് എന്നും. മൂന്നാമത്തേത് കായാന്തരിത ശിലകൾ. കായാന്തരിത ശിലകളെ മെറ്റമോർഫിക് റോക്സ് എന്നും പറയുന്നു. ഇവ എന്താണെന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യം ആഗ്നേയ ശിലകൾ, ദാറ്റ് ഈസ് ഇഗ്നിയസ് റോക്സ്. ഇഗ്നിയസ് റോക്സ്, ദാറ്റ് ഈസ് ആഗ്നേയ ശിലകൾ എന്താണെന്ന് പറഞ്ഞു തരാം. ആഗ്നേയ ശിലകൾ എന്ന് പറയുമ്പോൾ ഭൂമിയുടെ ക്രസ്റ്റിന്റെ വിടവുകളിലൂടെ ഉയരുന്ന മോൾട്ടൺ റോക്ക് ക്രസ്റ്റിൽ വെച്ചോ ക്രസ്റ്റിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞു രൂപപ്പെടുന്ന ശിലകൾക്ക് പറയുന്ന പേരാകുന്നു ആഗ്നേയ ശിലകൾ. മറ്റെല്ലാ ശിലകളും ആഗ്നേയ ശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ച് രൂപം കൊള്ളുന്നതിനാൽ ആഗ്നേയ ശിലകളെ പ്രാഥമിക ശിലകളെന്നും അല്ലെങ്കിൽ മാതൃശിലകളെന്നും പറയുന്നു. ഗ്രാനൈറ്റ്, ബസാൾട്ട് തുടങ്ങിയവ ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണങ്ങളാകുന്നു. രണ്ടാമത്തെ ശിലകളുടെ പേരാകുന്നു അവസാദ ശിലകൾ. അവസാദ ശിലകളെ സെഡിമെന്ററി റോക്സ് എന്ന് പറയുന്നു.
എങ്ങനെയാണ് സെഡിമെന്ററി റോക്സ് രൂപം കൊള്ളുന്നത് എന്ന് നോക്കാം. ഇഗ്നിയസ് റോക്സും അതുപോലെ മെറ്റമോർഫിക് റോക്സും കാലാന്തരത്തിൽ ക്ഷയിച്ചു പൊടിയുന്നു. ഈ പൊടിഞ്ഞ ശിലകൾ താഴ്ന്ന പ്രദേശങ്ങളിൽ ലേയേഴ്സായിട്ട് നിക്ഷേപിക്കപ്പെടുകയും പിന്നീട് അവ ഉറച്ച് വിവിധങ്ങളായ അവസാദങ്ങളായി മാറുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള അടുക്ക് ശിലകൾക്ക് പറയുന്ന പേരാകുന്നു അവസാദ ശിലകൾ. അവസാദ ശിലകളെ ഇംഗ്ലീഷിൽ സെഡിമെന്ററി റോക്സ് എന്ന് പറയുന്നു. മണൽക്കല്ല്, ചുണ്ണാമ്പുകല്ല് തുടങ്ങിയവ സെഡിമെന്ററി റോക്സിന് ദാറ്റ് ഈസ് അവസാദ ശിലകൾക്ക് ഉദാഹരണങ്ങളാകുന്നു. അടുത്തത് മൂന്നാമത് നമുക്ക് പഠിക്കാനുള്ള ശിലയുടെ പേരാകുന്നു കായാന്തരിത ശിലകൾ. കായാന്തരിത ശിലകളെ ഇംഗ്ലീഷിൽ മെറ്റമോർഫിക് റോക്സ് എന്ന് പറയുന്നു. എങ്ങനെയാണ് മെറ്റമോർഫിക് റോക്സ് ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. ഇഗ്നിയസ് റോക്സിനും സെഡിമെന്ററി റോക്സിനും ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ എഫക്ഷന്റെ കാരണമായിട്ട് അവയ്ക്ക് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടായിട്ടാണ് കായാന്തരിത ശിലകൾ രൂപം കൊള്ളുന്നത്. ഇഗ്നിയസ് റോക്സിനും സെഡിമെന്ററി റോക്സിനും ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ എഫക്ഷൻ കാരണമായിട്ട് അത്തരം ശിലകൾക്ക് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടായിട്ടാണ് കായാന്തരിത ശിലകൾ ദാറ്റ് ഈസ് മെറ്റമോർഫിക് റോക്സ് ഉണ്ടാകുന്നത്. മെറ്റമോർഫിക് റോക്സിന്റെ എക്സാമ്പിൾസ് ആകുന്നു മാർബിൾ, സ്ലൈറ്റ് തുടങ്ങിയവ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന റോക്കുകളാകുന്നു മെറ്റമോർഫിക് റോക്സ് എന്ന് പറയുന്നത്. ഈ ശിലകളുടെ ശക്തി നമ്മൾ നോട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും ശക്തമായ ശിലകളിൽ ഒന്നാം സ്ഥാനത്ത് വരുന്നതാകുന്നു ഇഗ്നിയസ് റോക്സ്, രണ്ടാം സ്ഥാനത്ത് മെറ്റമോർഫിക് റോക്സും മൂന്നാം സ്ഥാനത്ത് സെഡിമെന്ററി റോക്സുമാണുള്ളത്. ഇന്ത്യയിലെ നദികളെ പ്രധാനമായും രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നു. അവയാകുന്നു ഫസ്റ്റ് വൺ ഹിമാലയൻ നദികൾ, സെക്കൻഡ് ഈസ് ഉപദ്വീപീയ നദികൾ. ഹിമാലയൻ നദികളാകുന്നു സിന്ധു നദി, ഗംഗാ നദി, യമുന നദി, ബ്രഹ്മപുത്ര നദി. ഉപദ്വീപീയ നദികളെ കുറിച്ച് നോക്കാം. ഉപദ്വീപീയ നദികൾ പ്രധാനമായും രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നു. അതിൽ ഒന്നാമത്തേതാകുന്നു കിഴക്കോട്ട് ഒഴുകുന്നവ. കിഴക്കോട്ട് ഒഴുകുന്നവ എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് സൈഡിലേക്ക് ഒഴുകുന്നവ. ഇവയെ നമ്മൾ ബേ ഓഫ് ബംഗാൾ എന്നാണ് പറയുന്നത്. രണ്ടാമത്തേതാകുന്നു പടിഞ്ഞാറോട്ട് ഒഴുകുന്നവ. പടിഞ്ഞാറോട്ട് ഒഴുകുന്നവയെ വെസ്റ്റ് സൈഡിലേക്ക് ഒഴുകുന്നവ എന്ന് പറയും. ദാറ്റ് ഈസ് അറേബ്യൻ സീ ഡ്രൈനേജ് എന്നാണ് ഇതിന് പറയുന്നത്. ഈ നദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഉപദ്വീപീയ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്നവയുമുണ്ട്, പടിഞ്ഞാറോട്ട് ഒഴുകുന്നവയുമുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. കിഴക്കോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികളാകുന്നു മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികളാകുന്നു നർമ്മദ, താപ്തി, സബർമതി, മാഹി, ലൂണി. ഫാസിസവും നാസിസവും ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി ആകുന്നു. ഫാസിസം എന്താണെന്ന് ആദ്യം പറയാം. ഫാസിസം എന്നത് ഡെമോക്രസിയും സ്വാതന്ത്ര്യവും ഇല്ലാതാക്കി വൺ ഡിക്റ്റേറ്റർ റൂൾ ചെയ്യുന്ന എക്സ്ട്രീം നാഷണലിസവും മിലിറ്ററൈസേഷനും ഡോമിനേറ്റ് ആയിട്ടുള്ള ഭരണമാകുന്നു ഫാസിസം. ഇതേ ഫാസിസ്റ്റ് ഐഡിയോളജിക്കൊപ്പം റേസിസം ദാറ്റ് ഈസ് വർഗീയതയും കൂടി വരുന്നതാകുന്നു നാസിസം. ഇറ്റലിയിൽ മുസോളിനി നടത്തിയ ഭരണം ഫാസിസവും ജർമ്മനിയിലെ അഡോൾഫ് ഹിറ്റ്ലറുടെ ഭരണം നാസിസ്റ്റ് ഭരണവുമായിരുന്നു. ഫാസിസ്റ്റ് ഭരണത്തിൽ എക്സ്ട്രീം നാഷണലിസത്തോടൊപ്പം ഏകാധിപത്യം കൂടി വരുന്നു. നാസിസത്തിൽ എക്സ്ട്രീം നാഷണലിസത്തോടൊപ്പം ഏകാധിപത്യവും അതിൻ്റെ കൂടെ വർഗീയതയും കൂടി വരുന്നു. ജർമ്മനിയിലെ ഹിറ്റ്ലറുടെ ഭരണത്തിലെ വർഗീയത എന്നത് കടുത്ത യഹൂദ വിരോധമായിരുന്നു.